ലീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഏലക്ക വിളവെടുപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴ ചാറി ചാറി വരാൻ തുടങ്ങി. വലിയ മഴയല്ല, പക്ഷെ ചാറ്റ മഴയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയി 10 പേരും കൂടെ ഉണ്ട്, വേറെ 10 പേരും കൂടെ ഉണ്ട് കായ എടുക്കാൻ വരുന്നത്. അപ്പോൾ നമുക്ക് പോയെന്നാൽ കായൊക്കെ എടുത്തിട്ട് വരാം. അമ്മമാരെയൊക്കെ സ്കൂളിൽ വിട്ട്, അമ്മമാർക്ക് ക്ലാസ് ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ വിട്ടിട്ട് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നാൽ മതി. പകലെ ഞാൻ തന്നെ ഇരിക്കണം. അല്ല, സമയം വരുവാണെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി. മഴയില്ലെങ്കിൽ, മഴയാണെങ്കിൽ പാടായിരിക്കും. ഏതായാലും ഇന്ന് മഴയാ. ഇന്നലെ എന്നാ വെയിലായിരുന്നു. ഇന്നലെ ഞാൻ നോക്ക് ഭയങ്കര ചൂടല്ലായിരുന്നു. വെയിലായിരുന്നു. അത് പോയിട്ട് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റപ്പോ ഞാൻ വിയർത്താ കിടക്കുന്നത്. പക്ഷെ ഇപ്പഴാ തുടങ്ങിയത്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. പോയാലോ? അയ്യോ പെയ്യാതിരിക്കും. നമ്മുടെ കാട്ടില് കായ എടുക്കാൻ തുടങ്ങി അന്ന് മഴയായിരിക്കും അല്ലേ? എന്നും അതെ, എന്നും നമ്മള് കായ എടുത്താലും അന്ന് മഴയാ. ഇന്നും മഴയാന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ ഈ വർഷം മഴയെ പെയ്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ പെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങോട്ട് മഴ പെയ്തില്ല. മഴയാണോന്ന് ചോദിച്ചാൽ മഴയാ, പക്ഷെ പെയ്യുന്നില്ല നല്ലപോലെ. എന്നാ ചെയ്യാൻ? ഇത് മഴ ഇപ്പം സാധാരണ കിണറുകളിലെല്ലാം വെള്ളം പറ്റിയെന്നേ. ഇവിടെ ഇപ്പൊ ആൾക്കാർ ഈ കർക്കിടക മാസത്തില് പിന്നെ വെള്ളം വിലക്ക് വാങ്ങിക്കുന്ന അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെ ആ കൊള്ളടിച്ചെടുത്തേ അയലോകത്ത് പറമ്പിൽ ഇന്നലെ കൊള്ളടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 1000 അടി താന്നിട്ടാണ് വെള്ളം കിട്ടിയത്. അപ്പൊ നല്ല കുറവേ കിട്ടിയേക്കുന്നേ. ഇവിടുത്തെ അല്ലാതെ 1000 അടി അടുത്തില്ലാത്ത കുഴൽക്കിണറുകളേ ഇല്ല. അത് ശരിയാ. മഴയെ നല്ലപോലെ കിട്ടിയാലേ ഏലത്തിന് പൂവും കാര്യമൊക്കെ കിട്ടത്തുള്ളൂ. 7:45 നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും അവരും വരുമായിരിക്കും അല്ലേ? 8:00 വരും. നമുക്ക് കുറച്ച് അതിനകത്ത് 1-2 കമ്പ് ഒടിഞ്ഞ് വീണൊക്കെ ഒന്ന് പെറുക്കി മാറ്റണം. 2-3 ചക്ക വീണ് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റണം. കത്തിയൊക്കെ എടുത്തിട്ടുണ്ടോ? കത്തിയൊക്കെ എടുത്തു. ശരി ശരി. നാളെ മുതൽ ശാന്തതയൊക്കെ അങ്ങ് തീരും. നാളെ തുറക്കും വഴി. തുറക്കും. അല്ലെങ്കിൽ 8-ാം തീയതി എന്നാ പറഞ്ഞ നാളെ മിക്കവാറും തുറക്കാനാ ചാൻസ്. അല്ലെങ്കിൽ അങ്ങ് വണ്ടി ഒഴുകുമല്ലേ. ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലോ പറഞ്ഞ. മൊത്തം ഫുള്ള് തണ്ണിവളം എന്ന് പറഞ്ഞൊരു വളമുണ്ട്. അവിടെ എല്ലാം നല്ലപോലെ മൊത്തം കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടേക്കാന്നാ പറഞ്ഞു. അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞ കയറി കേട്ടോ. മഴയായി മഞ്ഞ കയറി അവിടെ അല്ല. നല്ലപോലെ മഴ കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഈയില് നല്ലപോലെ ഒന്ന് കർക്കിടക വെയിലൊന്ന് തകർത്ത് പെയ്തുകയാ മതിയായിരുന്നു. കുറച്ച് പൂവൊക്കെ വന്നതൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകാതൊക്കെ. ഒത്തിരി ഇടത്തെല്ലാം ഒരു തോട്ടത്തിലും കായില്ല. സോൺ മേഖലയിലൊന്നും കായില്ല. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് കാക ഒക്കെ ഉള്ള തോട്ടങ്ങളൊക്കെ ഉള്ളൂ. ഏലക്കായുടെ വില കൂടുമ്പോ കാ കൊടുക്കാൻ കാണുമല്ല. അതില്ല, അങ്ങനെയാണല്ലോ അല്ലേ? കാ കുറയുമ്പോഴല്ലേ വില കൂടുന്നത്. കച്ചവടക്കാരുടെ കാ കാണും. എന്നാന്ന് ചോദിച്ചാൽ അവര് നേരത്തെ മുതലേ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പൊ വില കൂടുമ്പോ അവരുടെ കയ്യിൽ ഇരിക്കുന്ന കായ ഇറങ്ങിപ്പോകും നല്ല വിലക്ക്. സാധാരണക്കാരന് എപ്പോഴും പണി മാത്രം ബാക്കി. നമ്മുടെ ശാന്തിപുരം പള്ളി പുതുക്കി പണിതുകൊണ്ടിരിക്കുവായിരുന്നേ. പണി ഏകദേശമൊക്കെ തീരാറായി. ഇനി ബാക്കി അകത്തുള്ള പണികളൊക്കെ തീരാറൊന്നും ആയില്ല. ഇതിനി എന്തേലും വർക്ക് കിടക്കുക. ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ. നല്ല റൗണ്ടില്ല പ്രാവശ്യം പള്ളി. വാഴക്കൊലയെല്ലാം താഴെ വീണു, ഒടിഞ്ഞു പോയി. ഏത്തക്കൊല ഒടിഞ്ഞു പോയി. നേരത്തെ മുട്ട് കൊടുക്കേണ്ടതായിരുന്നു. മുട്ട് കൊടുക്കുവോ? കറക്റ്റ് ആ ചെടിയുടെ നടുക്കാ വീണല്ലേ? ഒന്നെങ്കിലും മുട്ട് കൊടുക്കുവോ, ഇല്ലെങ്കിൽ വള്ളിയിട്ട് വലിച്ചു. ഇതേ അതുകൊണ്ടല്ല, പിണ്ടിപ്പുഴു ഉണ്ടായിരുന്നു. അതാ പോയി. ഏത്തവാഴക്കെല്ലാം ഭയങ്കര കേടാണ്. നമ്മൾ എന്നാ നോക്കിയാലും ഏത്തവാഴ നല്ലപോലെ കിട്ടുകയല്ല. വലിയ ഓണത്തിന്റെ ഏത്തക്കൊലയായിരുന്നു. അതൊക്കെ പോയി എല്ലാം ഒടിഞ്ഞു പോയി. അപ്പുറത്ത് വേറെ ഒരെണ്ണോടെ വീണ് കിടക്കുന്നുണ്ട്. ഒരു പണിക്കാരും വന്നെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി വന്നു. നമ്മുടെ പണി തോട്ടത്തിലോട്ട് താഴെവശത്തോട്ട് പോയി കേട്ടോ. കായ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കായൊക്കെ എടുത്ത് അവരൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇനിയും കാപ്പ് കുടിക്കാൻ കയറും. അപ്പോൾ നമുക്ക് ഈ ഭാവമൊക്കെ ഒന്ന് നോക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇനിയും തീരാൻ. കായ എടുത്ത പുറകെ ഇനിയും വളവും മരുന്നൊക്കെ ആയിട്ട് പോകണം. ഇനി വൈകുന്നേരം ചക്കപ്പുഴുക്ക് മതിയോ? വേറെന്നേലും ചക്ക എറിയുന്ന കണ്ടപ്പോഴേ കുഞ്ഞിയുടെ മുഖം മാറിയേ. കുഞ്ഞിക്ക് ചക്കയും കപ്പയും ഒന്നും വേണ്ട. ചക്കയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കുന്ന കേട്ടോ. കുഞ്ഞിനൊക്കെ വൈകിട്ട് ചപ്പാത്തി ആയാലോ? വേറെ ചോറായാലോ? പിന്നെന്തുവാ? എന്നാ അമ്മേ?
കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അരിഞ്ഞ് വെച്ചിട്ടേ അടുക്കളയിലോട്ട് പോയേ. ഓക്കെ, അരിഞ്ഞോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ചക്കപ്പുഴുക്ക. ചക്കപ്പുഴുക്കും ശകലം ഉണക്കമീൻ വറുത്തത് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ കുഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളായി നമ്മൾ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാ. നേരത്തെയൊക്കെ അല്ലെങ്കിൽ 4 മണിക്ക് ചിക്കൻ കട്ട്ലറ്റും എന്നതാ ചിക്കൻ നൂഡിൽസും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായില്ലേ, കുറേ നാളുകളായി. ഇപ്പം ഞാൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് കട്ട്ലറ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്ക് ചെറിയ പീസാക്കിയേ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കണേ. കുറച്ച് സമയം എടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചൊരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവേ. തീ കത്തിച്ച് ചൂടാക്കി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാവേ. വറ്റട്ടെ. ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ട് മാറ്റിയിട്ടേ ആ കുക്കറിലോട്ട് തന്നെ നമുക്ക് കുറച്ച് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നേ. അതൊന്ന് പുഴുങ്ങി. 2 ഉള്ളത്. ഒന്ന് പുഴുങ്ങിയെടുക്കാം. അത്ര ഇട്ട് എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പം വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് 2-3 കഷ്ണം കാണാതെ പോകും. അതുകൊണ്ട് ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയതാണേ. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം, ഒന്ന് തണുക്കട്ടെ. പിന്നെ എന്താണ് നമ്മുടെ പരിപാടി? ഇനി നമ്മുടെ ചിക്കൻ വെന്തിരിക്കുന്നതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ലതായിട്ട്. ഇനി ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിന്റെ തൊലി വിളിച്ചോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ വഴറ്റണ്ട, ചെറുതായിട്ട്. എന്തൊക്കെ ചൂടാകട്ടെ, ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. അല്ല, ഇത് ലാസ്റ്റ് നമുക്ക് കുഴച്ചെടുക്കാൻ മതി. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. അതാദ്യമേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വഴറ്റുണ്ട് ഇത്തിരി. പച്ചമുളകും സബോളയും. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും സബോള കുനുകുനാ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടട്ടെ. നമ്മുടെ സവോളയൊക്കെ നല്ലതായിട്ട് വാടി. ഇത്രയും വാടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടേ. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുത്തിട്ട് കിഴങ്ങ് നല്ല കട്ടയില്ലാതെ ഉടച്ച് വെച്ചതാണ് കിഴങ്ങ് പുഴുങ്ങിയത്. ഇതൊന്ന് തണുത്തിട്ടെ അതുകൂടി ഇടാം. ചിക്കനൊക്കെ തണുത്ത് നമുക്ക് ഇതിനകത്തോട്ടെ അരിഞ്ഞു വെച്ച മല്ലിയില വിട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ച കിഴങ്ങും ഇട്ട് ഇനി കൈവച്ച് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നടക്കത്തില്ല, ഇല്ല, തണുത്തല്ലോ. അതുകൊണ്ട് നമുക്ക് പൊറോട്ട നല്ലപോലെ കുഴച്ചെടുക്കാം. ഉപ്പുണ്ടായിരുന്നോ ഇനി? ഉപ്പുണ്ടായിരുന്നോ? ഞാൻ കഴിച്ചു നോക്കിയില്ലല്ലോ. ചിക്കൻ കഴിച്ചു നോക്കിയില്ലേ നീ? ചിക്കനല്ലേ കഴിച്ചുള്ളൂ. ഉപ്പുണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല, എനിക്ക് ജലദോഷം. അങ്ങനെ നോക്കാം. ജലദോഷമാണെങ്കിൽ മണമല്ലേ അറിയത്തില്ല അത് വരുള്ളൂ, ഉപ്പറിയത്തില്ല അത് വരുമോ? എന്നാ പനിയാ. ആഹാ, എവിടെയെല്ലാം ഒന്ന് ഉറപ്പിക്ക്. എന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാം. കുഴയ്ക്കാൻ നമുക്ക് ചേട്ടാച്ചനെ അച്ഛയൊക്കെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ? അതിനുള്ള ഉണ്ടോ? സെറ്റായി. സെറ്റായി. നമുക്ക് ഇതിനെ ഷേപ്പാക്കി എടുക്കാം. ഓക്കെ. നമുക്കേ കട്ട്ലറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഈ റൗണ്ടിൽ മതി അല്ലേ? അതെ, നോർമൽ പോലെ.
എല്ലാം നമുക്ക് ഉരുട്ടി ആ ഷേപ്പാക്കാം. ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് നിന്ന് മുക്കിയെടുത്തിട്ടേ ഇതിനകത്തോട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇട്ട് മുക്കിയെടുക്കാം. എല്ലാ സൈഡിലും പറ്റിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി ഇട്ടേക്കാം അല്ലേ? ഓക്കെ, നല്ലപോലെ പിടിക്കണം ഏതായാലും, അല്ലെങ്കിലേ പൊടിഞ്ഞു പോയെങ്കിൽ. സാധാരണ എല്ലാവരും 4 മണിക്കൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. നമുക്ക് 4 മണിക്ക് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും 4 മണിക്ക് ഉണ്ടാക്കി എല്ലാവരും കാണുമല്ലോ, രാത്രിയിലല്ലോ എല്ലാവരും ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ രാത്രിയിലത്തേക്കാക്കി. പിന്നെ പ്രത്യേകിച്ച് രാത്രിയിൽ ആർക്കും ചോറ് വേണ്ടാത്തത് കൊണ്ട് അമ്മയ്ക്കും പണി എളുപ്പമായി. ഇതിലും എളുപ്പം ചോറാ. നമുക്ക് ചോറാണ് ഇപ്പൊ. നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി വളരെ ക്ഷീണിതരായിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. അല്ല, രാത്രി 11 മണിക്ക് കട്ട്ലറ്റ് കഴിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അല്ല, ഇന്നിപ്പോ അത്താഴം ഇതല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. കഞ്ഞിയുണ്ട്, ചോറുണ്ട്, ചക്കപ്പുഴുക്കുണ്ട്. വേണ്ട ഞങ്ങൾക്ക് ഇതൊക്കെ ധാരാളം, ഒരെണ്ണം. കുഞ്ഞു പറഞ്ഞാലേ അമ്മയ്ക്ക് എളുപ്പമായല്ലോ ഇത്. ഞാൻ പറഞ്ഞ ഇതിലെളുപ്പം കഞ്ഞി. ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയാം എന്റെ ടേസ്റ്റ് കേട്ടോ. എന്നാണ് കഴിച്ചു നോക്കടാ. കൊള്ളത്തിന്നാലെന്ന് എല്ലാവരും കഴിച്ചു പറയും. നോക്ക്. നോക്കിയാ കാണുന്നു. കൊള്ളാം. അപ്പൊ കട്ട്ലറ്റ് കഴിച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.